ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ നമ്മുടെ നന്ദു രക്ഷപ്പെട്ടിരിക്കുകയാണ്. അനാമികയും വേണുവും രേവതിയും ഞെട്ടിയിരിക്കുകയാണ്. എങ്ങനെ അത് സംഭവിച്ചു? സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേണു വെറും പൊട്ടനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അയാൾ പൈസ ചോദിച്ചല്ലോ. ഇന്ന് അയാൾ പൈസ വിളിച്ചു ചോദിച്ചു, ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, കൊന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പൈസ വിളിച്ചു ചോദിച്ചു. ആരെങ്കിലും ചെയ്യുവോ? പൈസ അങ്ങനെ ഇട്ട് കൊടുക്കുവോ? തെളിവ് സഹിതം നമ്മൾ നേരിട്ട് കാണാതെ എന്തെങ്കിലും ചെയ്യുവോ? ഏതായാലും പൊട്ടൻ എന്ന് വെച്ചാൽ വെറും പൊട്ടനായി പോയി നമ്മുടെ അനാമികയുടെ അച്ഛൻ. അതുകൊണ്ട് തന്നെയാണ് നന്ദു സിമ്പിൾ ആയിട്ട് രക്ഷപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നന്ദുവും അനിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സീന് കണ്ട് ചങ്ക് തകർന്ന് ചങ്ക് പൊട്ടിയാണ് എല്ലാവരും മടങ്ങിപ്പോയത്. അച്ഛനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. എന്തിനെങ്കിലും അച്ഛനെ കൊണ്ട് കൊള്ളാമോ? അച്ഛനെ അതുകൊണ്ട് വലിയ കൊലപാതകം ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അച്ഛൻ പറയുന്നതല്ലാതെ സത്യമായിട്ടും അച്ഛനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? അച്ഛനെ കൊണ്ട് ഒരു ഉപകാരമില്ല. കുറെ കടം കയറ്റി വെച്ചിട്ടുണ്ട്, അത് വീട്ടാൻ വേണ്ടി എന്റെ ജീവിതം കൊണ്ട് തൊലച്ചു. അതല്ലാതെ പിന്നെ എന്താ പറയുക? വണ്ടി എടുക്ക, ഇനി തിരിച്ചു വീട്ടിൽ പോകാം, ഇനിയിപ്പൊ എന്താ ആഘോഷിക്കാനാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതിയും പറഞ്ഞു, അല്ലെങ്കിൽ മോള് പറഞ്ഞത് ശരിയാ, ഞാൻ പറയാനിരുന്ന കാര്യമോ മോള് പറഞ്ഞത്. വണ്ടി എടുക്ക്, വീട്ടിൽ പോകാം, ഇനിയിപ്പം ആഘോഷിക്കുന്ന എന്തിനാ വെറുതെ? ആഘോഷിക്കാനാന്നും പറഞ്ഞു കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ മോളുടെ മനസ്സ് വിഷമിപ്പിച്ചപ്പോ നിങ്ങക്ക് സമാധാനമായല്ലോ മനുഷ്യ, വണ്ടി എടുക്കും മനുഷ്യ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വേണുവും രേവതിയും അതുപോലെ തന്നെ അനാമികയും കൂടെ നേരെ വീട്ടിലേക്ക് വിട്ടു. ഈ സമയത്ത് കാണിക്കുന്നത് നയനെയും അതുപോലെ കനകദുർഗേനെയും ഗോവിന്ദനെയൊക്കെയാണ്. അങ്ങനെ നയനയോട് വിളിച്ച് ആദർശ് പറഞ്ഞു സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, നന്ദുവിന് പ്രശ്നങ്ങളൊന്നുമില്ല, നന്ദു സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ആരാണെന്ന് അറിയില്ല, കുറച്ച് ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയതാണ് എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട് വല്ലാത്ത ഷോക്ക് ആകുകയാണ് കേട്ടോ. അപ്പൊ കനകദുർഗ ചോദിച്ചു, എന്താ മോളെ അനി പറഞ്ഞത്? അനിയല്ല ആദർശ് മോൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ അമ്മേ ആരാണ്ടൊക്കെ തട്ടിക്കൊണ്ട് പോയി നന്ദുവിനെ എന്നാണ് പറഞ്ഞത്. അയ്യോ, എന്നിട്ട് എന്റെ മോക്ക് എന്ത് പറ്റി? എന്നിട്ട് എന്റെ മോൾ എന്തിയേ എന്നിങ്ങനെ വെപ്രാളത്തോട് കൂടെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നയന പറഞ്ഞു, അമ്മ പേടിക്കണ്ട, അനിയും ആദർശേട്ടനും കൂടെ പോയിട്ട് സേഫ് ആയിട്ട് നന്ദുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നന്ദുവും അനിയും കൂടെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും. ആദർശേട്ടൻ എന്തോ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ആദർശേട്ടൻ ഓഫീസിൽ പോയത്, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇങ്ങോട്ടേക്ക് നന്ദു വരുന്നു പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നാം എടുത്തില്ല. അതിനു മുമ്പ് നമ്മുടെ നന്ദു വരികയാണ് കേട്ടോ. പക്ഷെ അനി കയറി വരുന്നില്ല കേട്ടോ, നന്ദു തന്നെയാണ് വരുന്നത്. നന്ദുവിനെ കൊണ്ടാക്കിയിട്ട് നമ്മുടെ അനി പോവുകയാണ് ചെയ്യുന്നത്. അനി വീട്ടിൽ കയറാൻ നിൽക്കുന്നില്ല. കാരണം വീട്ടിൽ കയറരുത് എന്ന് നമ്മുടെ ഗോവിന്ദനും കനകദുർഗയും നയനയും ഒക്കെ പറഞ്ഞായിരുന്നല്ലോ. ഇനി മോനായിട്ട് ഇവിടെ വന്നിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പ്രത്യേകിച്ച് നമ്മുടെ നയന പറഞ്ഞതുകൊണ്ട് അനി കേൾക്കും. അങ്ങനെ നന്ദുവിനോട് പറയാണ്, ഞാൻ ഇനി വീട്ടിൽ കയറാൻ നിൽക്കുന്നില്ല നന്ദു, ഞാൻ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പൊ ഞാൻ കയറിയിട്ട് ചുമ്മാ എന്തിനാ ഒരു പ്രശ്നം വെറുതെ വരുത്തി വെക്കുന്നത്, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാന്നും പറഞ്ഞുകൊണ്ടാണ് അനി പോകുന്നത്. ഏതായാലും ഈ സമയം നമ്മുടെ ആദർശം എത്തുന്നുണ്ട് കേട്ടോ. അനി പോയി കഴിയുമ്പോൾ തൊട്ടു പുറകെ ആദർശം എത്തുന്നുണ്ട്. അങ്ങനെ ആദർശ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ നന്ദു ചെല്ലുന്ന ഉടനെ തന്നെ കനകദുർഗ കയറി കെട്ടിപ്പിടിച്ചിട്ട്, മോളെ നിനക്ക് എന്താ പറ്റിയത്, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോ എന്ത് പറ്റാൻ എന്ത് സംഭവിക്കാനാ, വേറെ ആരുമല്ല, എനിക്കറിയാം ഇത് ചെയ്തത് ആരാണെന്ന്, എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് നയനി ചോദിച്ചു, ആരാ മോളെ ഇത് ചെയ്തത്? വേറെ ആര് ചെയ്യാനാ? അനാമികയുടെ അച്ഛനും ഒക്കെ കൂടിയായിരിക്കും ഈ ഒരു കാര്യം ചെയ്തത്. ഏതായാലും ആദർശേട്ടനും അനിയും തക്ക സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ചിലപ്പം ഞാൻ ജീവനോടെ ഉണ്ടാകുമെന്ന് പോലും എനിക്കറിയില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു. എന്റെ കൈ രണ്ടും പുറകിൽ കെട്ടിയിട്ടു. ഒരു വൃത്തികെട്ടവൻ എന്നെ ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സങ്കടമാവും എന്ന് പറഞ്ഞിട്ട് നന്ദു അകത്തേക്ക് കയറി പോയിട്ടോ. നന്ദു അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കനകദുർഗ പറഞ്ഞു, എന്താ മോളെ ചെയ്യുക, ഇതിനിയൊരു പോംവഴിയില്ലേ, എന്താ പറ്റിയത് എനിക്ക് അറിയില്ല, എന്റെ 3 മക്കൾക്കും എന്താ ദുരിതം മാത്രമാണല്ലോ ദൈവം സമ്മാനിക്കുന്നത്, എന്താ ഗോവിന്ദേട്ട ഇനി ചെയ്യാന്ന് പറയുമ്പോ എന്ത് ചെയ്യാനാ, ഇനി ഒന്നും ചെയ്യാനില്ല, ഞാൻ പറഞ്ഞു ഒരു കാര്യമേ ചെയ്യാനുള്ളൂ, എത്രയും പെട്ടെന്ന് നന്ദുവിന്റെ വിവാഹം നടത്തണം, നന്ദുവിന്റെ വിവാഹം നടത്തി കഴിഞ്ഞാല് ഈ വക കാര്യങ്ങൾക്കൊക്കെ അവസാനം ഉണ്ടാകുകയുള്ളൂ. അനാമിക പുറകെ നടന്ന് ശല്യം ചെയ്യും, അല്ലെങ്കിൽ ഏത് ഭാര്യയും പുറകെ നടന്ന് ശല്യം ചെയ്യൂലോ. കനകദുർഗേ, ഞാനിപ്പം ആരുടെയെങ്കിലും കൂടെ പോയാലും നീ സഹിക്കുവോ? അതുപോലെ തന്നെ ആദർശ് ആരുടെയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ നയനമോള് സഹിക്കുവോ? ഇല്ല, ഒരു പെണ്ണുങ്ങള് സഹിക്കില്ല. അതുപോലെ നമുക്ക് അനാമികനെയും കാണാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നയന പറയാണ്,
അച്ഛൻ എന്താ പറയുന്നത്? ഞാനും അമ്മയും പോലെയാണോ അനാമിക? അവക്ക് ആകെ ഓരോ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അനന്തപുരി തറവാട്ടിലെ സ്വത്ത്. അവക്ക് അനിയുടെ സ്നേഹമോ പരിഗണനയോ ലാളനയോ അതൊന്നും അവക്ക് ആവശ്യമില്ല. അവക്ക് വേണ്ടത് അനന്തപുരി തറവാട്ടിലെ സ്വത്ത് മാത്രമാ. അത് പിടിച്ചടക്കാൻ വേണ്ടി അവൾ ഏതറ്റവും വരെ പോകും, ഏത് വൃത്തികെട്ട പ്രവൃത്തിയും ചെയ്യും. അതിലൊരു പ്രവൃത്തിയാണല്ലോ എന്റെ അമ്മായിയമ്മേനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ലാസ്റ്റ് അത് എന്റെ തലയിൽ കൊണ്ടിട്ടത്. എന്റെ അമ്മായിയമ്മേനെ കൊല്ലാൻ ശ്രമിച്ചതല്ല, എന്റെ ചേച്ചീനെ കൊല്ലാൻ ശ്രമിച്ചത്. ഏതായാലും തിരിച്ചടി ഓരോന്നായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കനകദുർഗ പറയാ, ഇനിയിപ്പം എന്ത് ചെയ്യാനാ, പ്രാർത്ഥിക്കല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ. നന്ദുവിനെ അവളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഒരാളുടെ കയ്യിൽ പിടിച്ചു കൊടുക്കുന്നത് വരെ സത്യത്തിൽ ഇനിയിപ്പം എനിക്ക് ഉറക്കമില്ല മോളെ. വേറെ ആരും വേണ്ട, വലിയ കൊമ്പത്തെ ആൾക്കാരോ പണക്കാരോ സമ്പന്നനോ പേരും പെരുമയുള്ളവരോ ആരും വേണ്ട. സാധാ ഒരു ചെറുപ്പക്കാരൻ, എന്റെ നന്ദുവിനെ പൊന്നു പോലെ നോക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞപ്പോ ഗോവിന്ദൻ പറയാ, ഇതാണല്ലോ കനകദുർഗ നിനക്ക് പറ്റിപ്പോയത്. ഇനി ഏതായാലും നിനക്ക് അബദ്ധം പറ്റില്ലെന്ന് എനിക്കറിയാം. പറ്റിയത് പറ്റി, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. കനകദുർഗ, നീ കാരണമാ ഇതൊക്കെ സംഭവിച്ചത്, നീ കാരണം തന്നെയാ ഇതൊക്കെ നടന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ പെമ്മക്കള് സമാധാനമായിട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചേനെ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ നയന പറയുന്നുണ്ട്, സാരമില്ല അച്ഛാ, ഇനിയിപ്പൊ അത് ഓർത്തിട്ടൊന്നും കാര്യമില്ല. എന്റെ തലയിൽ വിധിച്ചതല്ലേ എനിക്ക് കിട്ടത്തുള്ളൂ, അതുപോലെ നവ്യേച്ചിയുടെ തലയിൽ വിധിച്ചതല്ലേ നവ്യേച്ചിക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഓരോന്ന് വിധിച്ചു വെച്ചിട്ടുണ്ട്, അതേ കിട്ടത്തുള്ളൂ. ആ വിധി ഓർത്ത് നമുക്ക് സമാധാനിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആദർശ് കടന്നു വരുന്നത്. അങ്ങനെ ആദർശ് കടന്നു വരുന്നു. ആദർശ് കടന്ന് വന്ന ആ ഒരു സമയത്ത് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അനിയുടെ ജീവിതത്തെ കുറിച്ച് തന്നെയാണ് അവരും സംസാരിക്കുന്നത്. എന്ത് ചെയ്യാനാണെന്ന് അറിയില്ല, ഇതിനു പിന്നില് അനാമിക തന്നെയാണെന്നാണ് അനിയും പറയുന്നത്. അവളുടെ അച്ഛൻ എന്ത് വൃത്തികെട്ട പരിപാടിയും ചെയ്യാൻ കൂട്ടാക്കുന്ന ഒരാളാണ്, അത് എനിക്കും കുറേശ്ശെയൊക്കെ അറിയാം. എന്ത് ചെയ്യാനാ, മൊത്തം കുഴപ്പത്തിലായി പോയി. ഈ വിവാഹം നടക്കാൻ പാടില്ലായിരുന്നു. ഈ വിവാഹം നടന്നത് തന്നെയാ അനന്തപുരി തറവാട്ടിലെ ഏറ്റവും വലിയ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് നടക്കാതിരിക്കുമായിരുന്നെങ്കിൽ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളൊക്കെ തന്നെയാണല്ലോ ഇതിന് കാരണം. ഹനിയുടെ ജീവിതം നശിക്കാനും നിങ്ങളിൽ അതില് കുറച്ച് പേരെങ്കിലും അതില് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നയന പറഞ്ഞു, എന്താ ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരിക്കലും എന്റെ അനിയത്തി അവിടെ കയറി വന്നു കഴിഞ്ഞാൽ അവക്ക് സമാധാനം ഉണ്ടാവുമോ? അല്ല, എനിക്ക് സമാധാനം ഉണ്ടാവുമോ? അല്ല, ഇനിയിപ്പൊ എനിക്കിപ്പം ഭയങ്കര സമാധാനമാണല്ലോ കിട്ടുന്നത്. അവൻ സത്യം പറഞ്ഞാൽ ജീവിക്കുന്നത് മരിച്ചു ജീവിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം. ഇതുവരെ നമ്മുടെ കുടുംബത്തില് ഡിവോഴ്സ് എന്ന കാര്യം വന്നിട്ടില്ല. പക്ഷെ ഇത് അങ്ങനെയല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഏതായാലും വരുന്നത് വഴിയിൽ വെച്ച് കാണാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനാ ഞാൻ വന്നത്. അല്ല, നീ അനന്തപുരി തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ലേ? നീ ഇവിടെ നിൽക്കാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത് നയന എന്ന് ചോദിച്ചപ്പം നയന പറയാ, ഞാന് ഇനി അനന്തപുരി തറവാട്ടിൽ എന്തിനാ ആദർശേട്ട വരുന്നത്? ഇനി ഞാൻ വന്ന് അവിടെ ഉള്ളവർക്ക് എല്ലാവരുടെയും സമാധാനം കളയേണ്ട കാര്യമുണ്ടോ? ഞാൻ വരുന്നത് അവർക്ക് എല്ലാവർക്കും ചതുർത്ഥിയാ, പ്രത്യേകിച്ച് എന്റെ അമ്മായിയമ്മയ്ക്ക്. എന്റെ അമ്മായിയമ്മ എന്നെ എന്ന് തിരിച്ചറിയുന്നോ, എന്റെ അമ്മായിയമ്മ എന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്നോ, അന്ന് മാത്രമേ ഞാൻ വരികയുള്ളൂ. അല്ലാതെ ഞാൻ ആ വീട്ടിലേക്ക് വരില്ല. ഞാൻ അത് ഉറപ്പിച്ച കാര്യം തന്നെയാ. ആദർശേട്ടൻ എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് ഈ ഒരു വാക്ക് മാത്രമേ ആദർശേട്ടനോട് പറയാനുള്ളൂ. അത് ആദർശേട്ടനോടുള്ള ദേഷ്യം കൊണ്ടോ അമ്മയോടുള്ള ദേഷ്യം കൊണ്ടോ ഒന്നുമല്ല. എനിക്ക് അങ്ങനെ ഒരു സ്നേഹവും ഒരു പരിഗണനയും ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇനി ഞാൻ വന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രം ആദർശേട്ടനും മുത്തശ്ശിക്കും മുത്തശ്ശനും ആർക്ക് വേണമെങ്കിലും എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാം എന്നിങ്ങനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ ആദർശം ഉള്ളത്. ഏതായാലും കനകദുർഗയ്ക്ക് ഇപ്പം വേറൊന്നും അല്ല പറയാനുള്ളത്. ഇനിയിപ്പം ജോത്സ്യം പറഞ്ഞതുപോലെയൊക്കെ നടക്കുവോ ഗോവിന്ദേട്ടാ? ജോത്സ്യം പറഞ്ഞില്ലായിരുന്നോ നന്ദുവിന് ഒരു രണ്ടാം വിവാഹം കഴിച്ച ആളെയാ കിട്ടുന്നത് എന്നും നന്ദു മനസ്സിൽ സ്നേഹിച്ച ആളെ തന്നെയാ കിട്ടുന്നതെന്നൊക്കെ? എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും അതിൽ ചെന്ന് അവസാനിക്കുകയുള്ളെന്നാ. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതിൽ ചെന്ന് അവസാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു അർത്ഥവുമില്ലാതെ പോകും. അങ്ങനെ ഒരിക്കലും അവസാനിക്കാൻ പാടില്ല. എന്റെ മോളുടെ ജീവിതം നശിച്ചു പോകും. നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അതിനു മുമ്പായിട്ട് അവൾക്ക് നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് നല്ലൊരു വിവാഹം ആലോചിച്ച് അവളെ വിവാഹം കഴിച്ചു വിടണം. ആദർശ് മോനോടും ഇതൊക്കെ പറയുകയാണെങ്കിൽ അവനും എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തോളൂല്ലോ. ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാണ്. ഇതേ സമയമാണ് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ വൻപൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. മുത്തശ്ശനും മുത്തശ്ശിക്കും എങ്ങനെയെങ്കിലും നയനയെ വീട്ടിലെത്തിച്ചേ പറ്റൂ. പക്ഷേ ആര് സമ്മതിക്കുന്നില്ല? ദേവയാനി സമ്മതിക്കുന്നില്ല, ജലസ സമ്മതിക്കുന്നില്ല, ജാനകി സമ്മതിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ജയൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കുമാണ് ദേവയാനി കടന്നു വരുന്നത്. അപ്പം ദേവയാനിയോട് ഇങ്ങനെ പറയുകയാണ്, ജയൻ പറയുകയാണ്, നീ ഇങ്ങനെ മസല് പിടിച്ചിരിക്കരുത് ഒരിക്കലും. നിന്റെ മരുമകളാണ്, നിനക്ക് അവളുടെ നന്മ ഇതുവരെ മനസ്സിലായിട്ടില്ല ദേവയാനി. ഞാനൊരു കാര്യം പറയാം, നീ പിന്നെ പശ്ചാത്തപിക്കും. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിന്റെ മരുമകൾ നീ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണം.
അവൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് നിനക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നീ പറയുന്നു വിഷം തന്നത് അവക്കാണ്, അവള് നിനക്ക് വിഷം തന്നു എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയാകാൻ ഒരു ചാൻസും ഇല്ല. അവള് സ്വന്തം ചേച്ചിക്ക് ഏതായാലും വിഷം കൊടുക്കില്ല എന്ന് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ശത്രുക്കളെ പോലും അവള് കൊല്ലാനോ അവള് വേദനിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല. പിന്നെയല്ലേ അവളുടെ ചേച്ചിക്ക് വിഷം കൊടുക്കുന്നത്? ചേച്ചിക്ക് എടുത്തു വെച്ച പാലല്ലേ നീ എടുത്ത് കുടിച്ചത്? അപ്പം ഇവിടെ വേറെ ആരോ ശത്രുക്കള് നവ്യക്കുണ്ട്. അവരാണ് ആ ഒരു കാര്യം ചെയ്തുകൂടാ, അത് അവര് ചെയ്ത് എന്ന് നിനക്ക് ചിന്തിച്ചാൽ എന്താ എന്നൊക്കെ ചോദിക്കാണ്. ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചും പിറക്കിയിരിക്കുന്ന അല്ലാതെ ഒരു കറക്റ്റ് ഒരു മറുപടി കൊടുക്കുന്നില്ല നമ്മുടെ ദേവയാനിക്ക്. പക്ഷെ എന്തോ സംശയങ്ങൾ, സംതിങ് റോങ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ആദർശും അനിയും സംസാരിക്കുന്നത് കാണിക്കുകയാണ്. ആദർശ് പറയുകയാണ്, എനിക്കറിയില്ല അനി, ഇനി എങ്ങനെയാ നയനി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടത് എന്ന്. നിന്റെ ഇടത്തിയുടെ കാര്യം നിനക്കറിയാലോ. അവള് ഒരു പഞ്ചപാവ. അവള് ഇത്ര നല്ല കാര്യം ചെയ്തിട്ടും അവളെ മനസ്സിലാക്കാൻ എന്റെ അമ്മയ്ക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാ എന്ന് പറഞ്ഞപ്പം, അല്ല നയനേടത്തിനെ വിളിച്ചപ്പോ നയനേടത്തി എന്താ പറഞ്ഞത്? നയന എന്ത് പറയാനാ, അവൾ അമ്മായിയമ്മ വിളിക്കാതെ വരില്ലെന്ന് തന്നെയാ പറയുന്നത്. അവൾ അങ്ങനെ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. പക്ഷെ അമ്മ അവളെ കൊണ്ടുവരില്ല എന്ന് വാശി പിടിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഏറ്റവും ലാസ്റ്റ് നമ്മുടെ അനു ചോദിക്കുക, അല്ല ഇനിയിപ്പോ എനിക്കൊരു സംശയം, ഇനി സത്യം തുറന്നു പറയേണ്ടി വരുവോ? സത്യം തുറന്നു പറയാതെ നയനേടത്തിനെ വല്യമ്മ കൊണ്ടുവന്നില്ല എങ്കിൽ നമുക്ക് സത്യം തുറന്നു പറയേണ്ടി വരുമോ എന്നിങ്ങനെ ചോദിക്കുക. ആദർശനാണെങ്കിൽ സത്യം തുറന്നു പറയാനും പറ്റില്ല, തുറന്നു പറയണമെന്നുമുണ്ട്, ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തിയ ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണ്ടേ. രാവിലെ 7:30 കറക്റ്റ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.